ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പൂക്കളിട്ടുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ 1-ാം ഓണമാണ് കേട്ടോ. പൂക്കളിടാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുരങ്ങൻ അപ്പുറത്തെ മലയിൽ നിന്ന് വരുന്നു കേട്ടോ. അപ്പോൾ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു, പക്ഷെ ഒരു കുരങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഞങ്ങളിതേ പൂക്കളിടാൻ പോവാണ്. ഇതാണ് കേട്ടോ, ഞങ്ങൾ മുറ്റത്താണ് തറ ഒരുക്കിയിരിക്കണേ കണ്ടില്ലേ. ഇവളും ഞാനും ആട്ടോ നേരത്തെ എണീക്കാറ്. അവൾ കോട്ടുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൂ പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്തൊരു വെള്ള പൂവാണ് പറിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ എണീറ്റു. അവൾ എണീറ്റിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റത്. ഇന്നെ ഇവർ വിളിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ ഓരോ പൂവുകളൊക്കെ പറിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വൈറ്റ് ഫ്ലവറാട്ടോ പറിക്കണത്. ഞാൻ കുറച്ച് ഹൈറ്റിന്ന് വരയ്ക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ഗാർഡനാണ് കേട്ടോ. അച്ഛമ്മ എല്ലാം ചെയ്തെടുത്തൊരു ഗാർഡനാണ്. നല്ല ഹൈറ്റ് ഉണ്ട് അവിടേക്ക്. ഇത്രയില്ല അവളെ എടുത്തിട്ട്. പണ്ട് ഇവള് നല്ല ചെറുതായതുകൊണ്ട് ഈ സിമ്പിളായിരുന്നു എടുക്കാൻ കേട്ടോ. അപ്പം നല്ല ഹൈറ്റും കാടിയും എല്ലാം വെച്ചവള്. ഞങ്ങൾ പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ തറയിടാൻ പോകും കേട്ടോ. ഞങ്ങൾ പൂവിട്ട് തുടങ്ങി. ആദ്യം ഞങ്ങൾ നടുവിലൊരു ചെമ്പരത്തി വെച്ചു, പിന്നെ അതിൻ്റെ ചുറ്റൊരു യെല്ലോ ഫ്ലവർ വെച്ചു കേട്ടോ. അനിയത്തി ഇടക്കിടക്ക് വന്നിട്ട് പോവും കേട്ടോ. അവള് കണ്ടില്ലേ, ഇടക്കിടക്ക് അവൾ വന്നിട്ട് പോവും. ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെല്ലാവരുടെയും ഓണക്കോടിയാണ് കേട്ടോ, ഞങ്ങളെ മേമ എടുത്തു തന്ന. ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം നമ്മളൊരു ആള് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി. എല്ലാവരും ഹായ് പറ, ഹായ് പറ, ഹായ്. എല്ലാവർക്കും ഹാപ്പി ഓണം പറ. എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല, അനിയൻ വന്നു കേട്ടോ. ഇനി ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാണ്ട്. അവിടെ ലെമൺ സ്പൂൺ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അവർ വന്നു കേട്ടോ. ഇവനാണ് അമ്പലത്തിൽ പോയത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇവൻ പാപ്പയുടെ കൂടെ ഹെയർഷിപ്പിൽ വന്നേക്കാണ് കേട്ടോ, മുടി വെട്ടാനായിട്ട്. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് സ്കൂളിലേക്ക് പോകണം കേട്ടോ. അപ്പം നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ കുട്ടികളുടെ ലെമൺ സ്പൂണൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ അച്ഛനും പാപ്പനും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലെമൺ സ്പൂണിൽ പാപ്പനാട്ടോ ഫസ്റ്റ് കിട്ടിയത്. ലെമൺ സ്പൂൺ മത്സരം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുള്ളൂ. ഫൈനൽ മത്സരം ഉച്ചയ്ക്ക് ശേഷം. പൊന്നട്ടാ അവിടെ തണലത്ത് നിന്നോ? അമ്മമാരുടെ ഒക്കെ ഉണ്ടാവും സ്കൂളിലാണ്. അപ്പോൾ ഇതിൻ്റെ സ്കൂളാണ് കേട്ടോ. 3 വർഷം കഴിഞ്ഞ് അവളെ ഇവിടെ ചേർക്കും. ഞാനിവിടെ ക്ലാസ്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. ഇവിടെ LKG കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഹായൊക്കെ ടാറ്റയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ ഇതിൻ്റെ അനിയൻ വന്നു.
അവൻ്റെ മുടി വെട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാട്ടോ അമ്മൂൻ്റെ മുടി വെട്ടിയ സ്റ്റൈല്. നാണാണ് അവൾക്ക് ടാറ്റൊക്കെ കൊടുക്കാനായിട്ട്. ഇതേ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, കുഞ്ഞും ചുണ്ടാപ്പി അവിടെ നിൽക്കുന്നുണ്ട്. ചുണ്ടാപ്പിയും ഇനി അടുത്ത വർഷം ഇവിടെ ചേരാനുള്ളതാണ് കേട്ടോ. കുഞ്ഞു ഓൾറെഡി LKGയിലായിട്ടുണ്ട്, ഞാൻ 5ാം ക്ലാസ്സിലാണ്, എൻ്റെ അനിയൻ 2ലാണ് കേട്ടോ. ഇവൾക്ക് ഞാൻ മീനിനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി കേട്ടോ. ഓണം വെക്കേഷനല്ലേ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അധികം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. ഇവിടെ കുറച്ച് ഉച്ചയായി ഞങ്ങൾ എത്തിയപ്പോഴേക്കും. ഇത് എൻ്റെ ഫുഡ് ശർക്കര പായസം, പിന്നെ ബിരിയാണി ഉണ്ട്, സാധാ ചോറുണ്ട്. ബിരിയാണി നല്ല ചൂടാണ്, നല്ല ചോറുണ്ട്, പിന്നെ പപ്പടമുണ്ട്. അപ്പോഴത്തേ അങ്ങനത്തെ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നാളെയാണ് തിരുവോണമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക 1000 പൊന്നോണാശംസകളോടെ ടാറ്റാ.